ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. ഇപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാം 2N222 എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ കട്ട് ഓഫ് റീജിയനും കണ്ടു, സാച്ചുറേഷൻ റീജിയൻ കണ്ടു. അതിൻ്റെ ഇടയ്ക്കുള്ള റീജിയനാണ് ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത്. ആക്റ്റീവ് റീജിയനിലാണ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുക. ഇനി ഒരു സർക്യൂട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ R1 R2 എന്ന് പറയുന്നത് ബേസ് റെസിസ്റ്റേഴ്സാണ്. അത് വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് V1 എന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈ 12 വോൾട്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് കളക്ടറിലും കൊടുത്തിട്ടുള്ളത്. C1 എന്ന് പറയുന്നത് ബൈപ്പാസ് കപ്പാസിറ്ററാണ്. C2 എന്ന് പറയുന്നത് കപ്ലിംഗ് കപ്പാസിറ്റർ. നമ്മൾ ഇൻപുട്ടിൽ AC സിഗ്നലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ DC കമ്പോണൻസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് C2 കൊടുത്തിട്ടുള്ളത്. അതുപോലെ എമിറ്റർ റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട് R4. R3 കളക്ടർ റെസിസ്റ്ററാണ്. C3 എന്ന് പറയുന്നത് കപ്ലിംഗ് കപ്പാസിറ്ററാണ്. DC കമ്പോണൻറ്റിനെ ബ്ലോക്ക് ചെയ്ത് AC മാത്രം കടത്തിവിടും. R5 ലോഡ് റെസിസ്റ്ററാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഗ്രീൻ വേവ് ഇൻപുട്ടും ബ്ലൂ വേവ് ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് സിഗ്നലുമാണ്.